ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് പ്രൂവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ DHIC സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ഇയറിലെ പേപ്പർ 4-ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് മലേറിയ. മലേറിയയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം മലേറിയ എന്ന് പറയുന്നത് ഒരു ആർത്രോപോഡ് ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഒരു വെക്റ്റർ ബോൺ ഡിസീസ് ആണെന്ന് പറയാം. അതായത് നമ്മുടെ കൊതുക് പരത്തുന്നത്, ഇവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത് മോസ്കിറ്റോയാണ്. ഏത് മോസ്കിറ്റോ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് ഈ രോഗം പരത്തുന്നത്. അപ്പൊ ഈ രോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രോഗമാണ്. അപ്പൊ ഈ രോഗം പരത്തുന്നത് കൊതുകാണ്. എന്നാൽ ഈ രോഗത്തിന്റെ രോഗകാരി അഥവാ ഏജന്റ് ആരാണ്? ഏജന്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. ഈ പ്ലാസ്മോഡിയം പാരസൈറ്റിൽ തന്നെ ഏകദേശം 5 തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. അതില് വൈവാക്സ്, ഫാൽസിപ്പാരം, ഒവെയിൽ, മലേറിയ, നോലസി, ഇങ്ങനെ 5 ടൈപ്പാണ് എന്തുള്ളത്? പ്ലാസ്മോഡിയൽ പാരസൈറ്റ് ഉള്ളത്. ഈ പ്ലാസ്മോഡിയൽ പാരസൈറ്റ് ആണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മോഡിയൽ പാരസൈറ്റ് നമ്മളിലേക്ക് എങ്ങനെ എത്തുന്നു, അത് കൊതുകിലേക്ക് എങ്ങനെ പോകുന്നു, ഇതിനിടയിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതാണ് അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അഥവാ പ്ലാസ്മോഡിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ, അതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുന്നേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയും ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമുക്കറിയാം ഇത് 2 സ്ഥലത്തായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, നമ്മളെ കുത്തുന്നുണ്ട്, കൊതുകിന്റെ ഉള്ളിലും പോകുന്നുണ്ട്. അപ്പൊ 2 സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്, മനുഷ്യനുമുണ്ട്, കൊതുകുമുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഈ ലൈഫ് സൈക്കിൾ കൊണ്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളതെന്ന് പറയുന്നത് മനുഷ്യനിൽ. അതായത് ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു മനുഷ്യനെ കുത്തി, അതായത് ചോര കുടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കുത്തി ബൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലേക്ക് കുറച്ച് സ്പോറോസോയിഡ്സ്, അതാണ് നമ്മളുടെ ചോദ്യം. എന്താണ് സ്പോറോസോയിഡ്സ്? സ്പോറോസോയിഡ്സിനെ എന്ത് ചെയ്യും? ഇൻജെക്ട് ചെയ്യും. ഇവിടെയാണ് ആദ്യത്തെ ചോദ്യം, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി ഇത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ഇവര് നമ്മളുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തി ലിവറിലേക്ക് എത്തും. എവിടെ എത്തും? ലിവറിലേക്ക് എത്തും. അപ്പൊ ഈ ലിവറിലേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യനിൽ 3 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ലിവർ സ്റ്റേജ് അഥവാ ഹെപ്പാറ്റിക് ഫേസ്. അപ്പൊ ഈ സ്പോറോസോയിഡ്സുകൾ നമ്മളുടെ ലിവർ സെൽസിൽ എത്തുന്നു. അവിടെ വെച്ച് അവർ മൾട്ടിപ്ലൈ ചെയ്ത് മീറോസോയിറ്റുകളായിട്ട് മാറുന്നു. 2 പോയിന്റേ ഉള്ളൂ. മനുഷ്യനിലെത്തുന്ന സ്പോറോസോയിറ്റ് ആദ്യം എത്തുന്നത് ലിവറിലാണ്. അവരവിടെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, മീറോസോയിറ്റ് ആയിട്ട് മാറും. രണ്ടാമത്തെ ഫേസ് എരിത്രോസൈറ്റിക് ഫേസ്. അതിനകത്ത് ആ പേരിൽ തന്നെ ഉണ്ട്, എരിത്രോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം RBC ആണ്. അപ്പൊ നമ്മുടെ മീറോസോയിഡ്സ് RBCസിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങും. അപ്പം RBCസിനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ ട്രോപ്പോസോയിഡ്സ് ആകും, സ്കൈസോൺസ് ആവും, മീറോസോയിഡ്സ് ആവും. ഇതിന്റെ എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ എരിത്രോസൈറ്റിക് എന്ന് ചേർക്കുക. അതായത് എരിത്രോസൈറ്റിക് സ്കൈസോൺസ്, എരിത്രോസൈറ്റിക് മീറോസോയിഡ്സ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവര് നമ്മളെ റപ്ചർ ചെയ്ത് നമ്മളുടെ ഉള്ളിൽ, അതായത് RBCയുടെ ഉള്ളിൽ ഇവർ എന്ത് ചെയ്യും? റപ്ചർ ചെയ്ത് പുറത്തു വരും. അപ്പോൾ RBC അറ്റാക്ക് ചെയ്തു, റപ്ചർ ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഫീവറും ചിൽസും ഉണ്ടാകും. അതായത് ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആദ്യം ലിവറിലെത്തി, അവര് മീറോസോയിറ്റുകളായി. ഈ മീറോസോയിറ്റ് ഇപ്പോൾ നമ്മുടെ RBCകളെ അറ്റാക്ക് ചെയ്തു. അവിടെ വെച്ച് അവർ ഡെവലപ്പ് ചെയ്തു. അവസാനം അവർ ആ RBC പൊട്ടിച്ച് പുറത്തു വരുന്നു. അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ഇതാണ് രണ്ടാമത്തെ ഫേസ്. അത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഈ മീറോസോയിറ്റുകൾ, അതായത് ഏകദേശം ഒരു 4-5 ഫേസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്തു? RBCയെ റപ്ചർ ചെയ്ത് പുറത്തു വന്നു. ഈ പുറത്തു വരുന്ന മീറോസോയിറ്റുകൾ 2 തരത്തിലാണ് ആക്ഷൻ എടുക്കുന്നത്. അതായത് മീറോസോയിറ്റുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേര് വീണ്ടും പോയി
ഡെവലപ്മെന്റ് നടത്തും. അതായത് നമ്മളുടെ എവിടെ RBCയിൽ പോയി ഡെവലപ്മെന്റ് നടത്തും. ചിലര് ഇനി ആരുടെയും ശല്യത്തിന് പോകാതെ സ്വന്തം കാര്യം നോക്കി വരും. അതായത് അവരുടെ തന്നെ ഡെവലപ്മെന്റിന് പോകും. ഓക്കെ, അവരിനി ആരെയും അറ്റാക്ക് ചെയ്യാനില്ല, അവരവരുടെ സ്വന്തം കാര്യം നോക്കി പോകുന്നു. അവരുടെ കാര്യമാണ് ഇനി പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യും? ഇപ്പോൾ നിൽക്കുന്ന മീറോസോയിറ്റിൽ നിന്നും ഗ്യാമിറ്റോസൈറ്റുകളായിട്ട് മാറും. അതായത് ആണെന്നും പെണ്ണെന്നും തിരിച്ചറിയുന്ന പരുവത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇവരെയാണ് പിന്നീട് കൊതുക് വന്നൊരു മനുഷ്യനെ കുത്തുമ്പോൾ എന്ത് ചെയ്യുന്നത്? അവര് ഉള്ളിലേക്ക് എടുക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം, നമ്മൾക്ക് അവർ തരുന്നത് സ്പോറോസോയിറ്റുകളെയാണ്, എന്നാൽ അവർ നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത് ഗ്യാമിറ്റോസൈറ്റുകളെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയത് ചെറിയ ചെറിയ സ്പോറോസോയിറ്റുകളായിരുന്നു. ഇന്നിപ്പോ നമ്മൾ അവരെ എന്ത് ചെയ്തു? നമ്മളുടെ ശരീരത്തിലിട്ട് വളർത്തി ആണെന്നും പെണ്ണെന്നും തിരിച്ചറിയുന്ന പരുവത്തിലേക്ക് ആക്കി വിട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. അവരെ വളരെ ചെറിയ കുഞ്ഞുങ്ങളായി നമ്മുടെ കയ്യിൽ കിട്ടി. ഇന്ന് നമ്മൾ അവരെ വളർത്തി അഡൾട്ട് ആയിട്ടുള്ള, അതായത് ആണിനെയും പെണ്ണിനെയും ആക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഉള്ളിൽ ലിവറിലായിട്ടും RBCയിലായിട്ടും കുറച്ച് ഡെവലപ്മെന്റുകൾ നടത്തി ഇപ്പൊ അവരെ ഗ്യാമിറ്റോസൈറ്റുകളാക്കി ഇട്ടിരിക്കുകയാണ്. ഇവരെ ഇനി എന്ത് ചെയ്യണം? പിന്നീട് ഒരു കൊതുക് വന്ന് കുത്തി കൊതുകിന്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, ഇത്രയുമാണ് മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്നത്. എത്തിയ സ്പോറോസോയിറ്റുകളെ ഗ്യാമിറ്റോസൈറ്റുകളാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു മനുഷ്യനിലെ കാര്യങ്ങൾ. ഇതാ പിക്ചറാണ് തന്നിരിക്കുന്നത്. മനുഷ്യനിലേക്ക് എത്തുന്നതിന്റെ കാര്യങ്ങൾ. ഓക്കെ, ലിവറിലെത്തുന്നു, ലിവറിൽ നിന്ന് അത് പുറത്തു വരുന്നു, RBCകളെ അറ്റാക്ക് ചെയ്യുന്നു, ഗ്യാമിറ്റോസൈറ്റുകളാകുന്നു, മോസ്കിറ്റോ അവരെ എടുത്തു. ഇവിടെ വരെയാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇനി ഈ ഗ്യാമിറ്റോസൈറ്റുകളെ മോസ്കിറ്റോ എടുത്തു. ഇനി എന്ത് മാറ്റങ്ങൾ നടക്കുന്നു? അവിടെയാണ് സെക്ഷുവൽ സൈക്കിൾ നടക്കുന്നത്, അഥവാ ഇതിനെ സ്പോറോഗണി എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ കടിച്ചു. അവന്റെ ഉള്ളിൽ നിന്നും ഗ്യാമിറ്റോസൈറ്റുകളെ എടുത്തു. അവ ആണും പെണ്ണുമായിട്ടുണ്ട്. അഥവാ മാക്രോഗമീറ്റും മൈക്രോഗമീറ്റുകളുമേ ഉണ്ട്. അതായത് ആണും പെണ്ണും. ഇവരെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫ്യൂസ് ചെയ്യണം. ഇവരെവിടെ വെച്ച് ഫ്യൂസ് ചെയ്തു? മോസ്കിറ്റോയുടെ വയറ്റിൽ വെച്ചാണ് ഫ്യൂസ് ചെയ്തത്. അങ്ങനെ ഫ്യൂസ് ചെയ്തപ്പോൾ സൈഗോട്ട് ഉണ്ടായി. അങ്ങനെ സൈഗോട്ട് ഊക്കിനേറ്റ് ആയിട്ട് മാറുന്നു, വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇവര് സ്റ്റൊമക് വാള് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് ഊക്കിനേറ്റ് ഊസിസ്റ്റ് ആയിട്ട് മാറുന്നു. ഓർത്തു വെക്കുക, നമ്മൾ എന്ത് ചെയ്തു? ഗ്യാമിറ്റോസൈറ്റിനെയാണ് ആദ്യം മോസ്കിറ്റോ ഇൻജസ്റ്റ് ചെയ്തത്, ഉള്ളിലേക്ക് എടുത്തത്. അവിടെ നിന്നും അവര് സൈഗോട്ടായിട്ട് മാറുന്നു. സൈഗോട്ട് വീണ്ടും രണ്ടാൾക്കാരാകുന്നു, ഊക്കിനേറ്റും ഊസിസ്റ്റും. അങ്ങനെ ഇപ്പോൾ ഊസിസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഊസിസ്റ്റ് നമ്മളുടെ മോസ്കിറ്റോയുടെ വയറ് പൊട്ടിച്ച് പുറത്തെത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ആണും പെണ്ണും യോജിച്ചു. ഇപ്പോൾ പുതിയ കുട്ടികളായി അവര് ഊസിസ്റ്റ് വരെ ഡെവലപ്പ് ചെയ്തു. ഈ ഊസിസ്റ്റ് എന്ന് പറയുന്നത് സ്പോറോസോയിറ്റുകളുടെ ഒരു കൂട്ടമാണ്. അതായത് ഊസിസ്റ്റ് മുഴുവനും സ്പോറോസോയിറ്റുകളാണ്. അപ്പൊ ഈ ഊസിസ്റ്റ് പൊട്ടിയാൽ അതിൽ നിന്ന് സ്പോറോസോയിറ്റുകൾ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന സ്പോറോസോയിറ്റുകൾ മോസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ സലൈവറി ഗ്ലാൻഡിലുള്ള സ്പോറോസോയിറ്റുകളെ മറ്റൊരു വ്യക്തിയെ കടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീണ്ടും അസെക്ഷുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങി മനുഷ്യനിൽ കംപ്ലീറ്റ് അസെക്ഷുവൽ ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റ് മാത്രം നടക്കുന്നു. പിന്നീട് അവർ മോസ്കിറ്റോയുടെ ഉള്ളിലെത്തി യോജിച്ച് ഊക്നേറ്റും മൂസിസ്റ്റുമായി ഇപ്പോൾ അവ പൊട്ടി സ്പോറോസോയിറ്റുകളായി. ഇനി അവരെ എന്ത് ചെയ്യാം? മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇതിന്റെ ഒരു ഡയഗ്രാം കൂടിയുണ്ട്, അതുകൂടി നോക്കാം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മളുടെ ശരീരത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു സ്പോറോസോയിറ്റുകളെ, ലിവറിലെത്തുന്നു, RBCയിലെത്തുന്നു. വീണ്ടും അവർ ഡെവലപ്പ് ചെയ്ത്
ഗ്യാമിറ്റോസൈറ്റുകളാവുന്നു. ഈ ഗ്യാമിറ്റോസൈറ്റുകളെ കൊതുക് ഉള്ളിലേക്ക് എടുക്കുന്നു, ഇൻജസ്റ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് അവർ മാക്രോ മൈക്രോ ഗമീറ്റുകൾ യോജിച്ച് സൈഗോട്ട് ആകുന്നു. ആ സൈഗോട്ട് ഊക്നേറ്റ് ആവുന്നു, വീണ്ടും ഊസിസ്റ്റ് ആവുന്നു, അത് പൊട്ടി സ്പോറോസോയിറ്റുകൾ സലൈവറി ഗ്ലാൻഡിലെത്തുന്നു, വീണ്ടും മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ലൈഫ് സൈക്കിൾ. ഒരു കൊതുക് തരുന്ന സ്പോറോസോയിറ്റ് മനുഷ്യനിലെ ഗ്യാമിറ്റോസൈറ്റായി വീണ്ടും മറ്റൊരു കൊതുകിലെത്തുന്നു. ആ കൊതുക് ഡെവലപ്പ് ചെയ്ത് സ്പോറോസോയിറ്റിനെ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നു. ഇതാണ് ലൈഫ് സൈക്കിൾ. മനുഷ്യനിൽ 3 ഫേസ്. അത് മനുഷ്യനിൽ അസെക്ഷ്വൽ ആണ് നടക്കുന്നത്. അത്തരം കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നോക്കാൻ നമുക്കുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഉറപ്പായും ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. എല്ലാം നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.